കേരളത്തിലെ നടുക്കിയ വാർത്തയാണ് 3.5 വയസ്സുകാരിയുടെ കൊലപാതകവും പിന്നീട് വന്ന പീഡനം നടന്നു എന്ന് പറയുന്ന വിവരങ്ങളും ബന്ധുവിനെ അറസ്റ്റ് ചെയ്യുന്നതുമല്ല. കേരളം ഇത്രയ്ക്ക് ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രാഥമികമായി ചോദിക്കുന്ന ചോദ്യം. എന്തുകൊണ്ടാണ് മനുഷ്യൻ ഈ രീതിയിൽ അവിവാഹിതനാണെങ്കിൽ പോലും അവൻ്റെ ബയോളജിക്കൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് മാർഗങ്ങളില്ലാതെ നടക്കുന്നു, അതിന് വേണ്ടി ഇങ്ങനെ പരവശപ്പെടുന്നു, അതിന് വേണ്ടി എന്തും ചെയ്യുന്നു? ഇപ്പോൾ ഇത് കേരളത്തെ നടുക്കി എന്ന് പറയുന്നത് കേരളത്തെ ദിവസവും നടുക്കുന്ന വാർത്തകളുണ്ടല്ലോ. അത് ഇത് മാത്രമല്ല, ഇത് വൺസ് ഇൻ എ വൈൽ ഉണ്ടാവുന്നതല്ല, നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇനി ഈ പറഞ്ഞു ലൈംഗിക ദാരിദ്ര്യം, അരാജകത്വം, ഇതൊക്കെ നമുക്ക് ഭംഗിയോടെ പറയാൻ പറ്റുന്ന വാക്കുകളാണ്. ഇതൊരു തരത്തിൽ മാനസിക രോഗമാണ്. എനിക്ക് ഇങ്ങനെയുള്ളവരോട് പറയാനുള്ള പ്രഥമമായ കാര്യം, നിങ്ങൾക്കൊരു 12 വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ നിങ്ങൾക്ക് ലൈംഗിക മോഹം ഉണ്ടാവുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ആദ്യമായി ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ കാണും. ഏതൊരു മനുഷ്യരും, അത് പ്രായഭേദമന്യേ, ഏതൊരു മനുഷ്യനും അങ്ങനെ ഒരു ചിന്ത തോന്നുന്നുണ്ടെങ്കിൽ അവിടുന്ന് മുഖം തിരിച്ചു പോയിട്ട് ഒരു സൈക്കോളജിസ്റ്റിനെ കാണണം. എനിക്ക് ഈ പ്രശ്നമുണ്ട്, കൗൺസിലിംഗ് നടത്തണം. കൗൺസിലിങ്ങിലൂടെ ചിലപ്പോൾ ഭേദപ്പെട്ടു വരാം. ഇവിടെ സംഭവിച്ചെന്താ, അച്ഛൻ്റെ സഹോദരനാണ്. അച്ഛൻ്റെ സഹോദരൻ എന്ന് പറയുമ്പോൾ ചേട്ടൻ്റെ മകളോട്, അതും 3-4 വയസ്സുള്ള ഒരു കുഞ്ഞിനോട് അങ്ങനെ ഒരു വികാരം തോന്നണമെങ്കിൽ അത് മനുഷ്യ സഹജമല്ല, മൃഗസഹജം എന്ന് പറയാൻ പറ്റില്ല. ഉണ്ടായി വീണ, അപ്പം മൃഗങ്ങൾ 3-4 വയസ്സിൽ പ്രായപൂർത്തി എത്തും, അല്ലെങ്കിൽ ഉണ്ടായി വീണ ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു ചെറിയ പശുക്കുട്ടിയെ ചെയ്യാറില്ല. മനസ്സിലായി? അപ്പോൾ ഇത് മൃഗസഹജമെന്നും പറയാൻ പറ്റില്ല, മനുഷ്യ സഹജമേ അല്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ കുട്ടികളെ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞു, ബാഡ് ടച്ച്, ഗുഡ് ടച്ച് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞു, അത് ഒരു പരിധി വരെയൊക്കെ അങ്ങ് പോകും. എന്നാൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുഞ്ഞുങ്ങളാണെങ്കിൽ, പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ, അച്ഛൻ്റെ അനിയനായിക്കോട്ടെ, അമ്മയുടെ സഹോദരനായിക്കോട്ടെ, ബന്ധുക്കളായിക്കോട്ടെ, അല്ലെങ്കിൽ പുറത്തുള്ളവരായിക്കോട്ടെ, വന്നിട്ട് അമിതമായി ലാളിക്കാനും വാത്സല്യം പ്രകടിപ്പിക്കാനുമുള്ള അവസരം കൊടുക്കാതിരിക്കുക. ചിലരുണ്ടല്ലോ, കുഞ്ഞുങ്ങളെ അമിതമായി ഉമ്മ വെക്കുക, മടിയിൽ കയറ്റിയിരുത്, ഇതിനനുവദിക്കരുത്. ആദ്യം തന്നെ വാണിംഗ് കൊടുക്കണം. മതി മോളെ, വാ അകത്തേക്ക് പോകും, അല്ലെങ്കിൽ ആ കൊച്ചിനെ എടുക്കുക, നടക്കാൻ വയ്യാത്ത കുട്ടിയാണ്. ആരുടെ ഉള്ളിലാണ് മൃഗം ഉള്ളതെന്ന് പറയാൻ പറ്റില്ല. ഇത് മാതാപിതാക്കൾ ചെയ്യേണ്ട കാര്യമാണ്. ഇനി മൂന്നാമതൊരു കാര്യമുണ്ട്. ഇവിടെ ഈ മരിച്ചുപോയ കുട്ടി അങ്കണവാടി ടീച്ചറോട് പറഞ്ഞിരുന്നു, എനിക്ക് യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഭയങ്കരമായ പെയിനാണ്. ആ ടീച്ചർ അത് കാര്യമായിട്ട് എടുത്തില്ല. അപ്പോൾ തന്നെ ആ കുട്ടിയോട് കാര്യങ്ങൾ ചോദിച്ച് ചൈൽഡ് ലൈനിൽ അറിയിക്കേണ്ടതാണ്. അത് അങ്കണവാടി ടീച്ചർ ചെയ്ത കുറ്റം. അപ്പോൾ ഒരു കുട്ടി വളർന്ന് പ്രായപൂർത്തിയാകുന്നത് വരെ മാതാപിതാക്കളോടൊപ്പം, അധ്യാപകരോടൊപ്പം ഈ സമൂഹവും ശ്രദ്ധിക്കണം. ഒരു കുട്ടിക്കുണ്ട്, ആ കുട്ടി അതനുഭവിച്ചിട്ടുള്ള വേദന നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ ഒരു നരാധമൻ നിരന്തരമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്നു എന്നാണല്ലോ ഇപ്പോൾ പോലീസ് ഭാഷ്യം. ഇനി ഇയാൾ, ആ കുട്ടി മരിച്ചതിന് ശേഷം ഭയങ്കരമായിട്ട് കരഞ്ഞു, അയാളുടെ സങ്കടം കണ്ടില്ലേ, കള്ളൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ചില പോസ്റ്റുകൾ കണ്ടു. അതിനകത്ത് അവൻ കരയും. കാരണം അവൻ നിരന്തരമായി ഉപയോഗിച്ചിരുന്ന ഒരു കുട്ടി നഷ്ടപ്പെട്ടു, അതിൻ്റെ സങ്കടമാവാം, ഒരു മാനസിക രോഗിയുടെ കരച്ചിലാവാം. ഇനി ഇതൊന്നുമല്ലാത്ത മറ്റൊരു കാര്യമാണ് എനിക്കിതിൽ പറയാനുള്ളത്. അമ്മയ്ക്കറിയാമായിരുന്നു ഈ കുഞ്ഞിനെ അവൻ ഉപദ്രവിക്കുന്നുണ്ട്, അവൻ പീഡിപ്പിക്കുന്നുണ്ടെന്ന് അമ്മയ്ക്കറിയാമായിരുന്നു. അതിന് ഞാൻ കേട്ട ഒരു വേർഷൻ, അമ്മ സങ്കടം സഹിക്കാതെ ആ കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ് കൊന്നു എന്നാണ്. ഒരു സമൂഹം പെട്ടെന്ന് അങ്ങനെ ചിന്തിക്കുള്ളൂ, പെറ്റമ്മ. അതിന് വേറൊരു വേർഷനുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. ഈ സ്ത്രീയെ ഇവൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു എന്നാണ് ചിലർ പറയുന്നത്. മനസ്സിലായി? ഈ കുട്ടിയെ ഉപയോഗിക്കുന്നത് ഇവൾ അറിഞ്ഞിട്ടുണ്ട്. ഇവൾ മാനസിക വൈകല്യമുണ്ട്, അല്ലെങ്കിൽ 18 വയസ്സിൻ്റെ വളർച്ചയുള്ളൂ, 36 വയസ്സായവളുടെ മനസ്സിന് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിപ്പോൾ ക്രിയേറ്റ് ചെയ്തൊരു നാടകമായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
കുഞ്ഞിനെ കൊല്ലാൻ തീരുമാനിച്ച ഒരമ്മ ആ കുഞ്ഞ് രക്ഷപ്പെട്ടു എന്ന് കരുതി കൊല്ലാൻ ശ്രമിച്ചതാണ്. അവിടെയാണ് ഞാൻ ഇന്നലെ ഒരു ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ ആ ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു അഭിപ്രായമാണ് എനിക്കിത് പറയാൻ തോന്നിയത്. ഇവരുടെ അസൂയയാണ്, ഈ അമ്മയുടെ ഒരു ജലസി ഉണ്ടല്ലോ, ജലസ്. എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവൻ 3.5 വയസ്സായ കുഞ്ഞെന്നുള്ളതല്ല, മറ്റൊരു പെണ്ണിൻ്റെ പുറകെ അവൻ പോകുന്നു, അവിടെ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഇത് കേൾക്കുന്നവർ ചിലപ്പോൾ കമൻ്റ് എഴുതിയേക്കാം, ഇവന് ഭ്രാന്താണ്. എനിക്ക് ഒരു കുഞ്ഞിനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുമോ? ഇത് ഞാൻ പറഞ്ഞ ഒരു സൈക്കോളജിസ്റ്റാണ് പറഞ്ഞത്. അങ്ങനെയും കൂടി അതിനെ വായിച്ചെടുക്കാം. ഇല്ലെങ്കിൽ ഈ കുഞ്ഞുമായി പോയി നേരെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്താൽ പോരെ. അതെ, ഒരു പരാതി കൊടുത്ത് ഇവനെ സമൂഹത്തിന് മുമ്പിൽ അപമാനിച്ചാൽ പോരെ. ഇവന് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ശിക്ഷ കിട്ടില്ലേ? എന്തിനാ കുഞ്ഞിനെ കൊന്നുകളയണം? മനസ്സിലാകുന്നു? ഇപ്പോൾ അവർക്ക് മാനസിക വൈകല്യം ഉണ്ടെന്ന് പറയുമ്പോഴും പോലീസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിസ്സംഗതയാണ്, മറുപടിയില്ല. ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കണം ആ കാര്യത്തിൽ. ഇപ്പോൾ സമൂഹം ഒന്നടങ്കം ആ അമ്മയ്ക്കൊപ്പമാണ്. അവനെ കൊന്നുകളയണം, അല്ലെങ്കിൽ അവനെ ഇനി പുറത്ത് ജനം കാണരുത് എന്ന് പറഞ്ഞാൽ അവനെയും കുറ്റപ്പെടുത്തും. എൻ്റെ ചോദ്യം, അവനോടൊപ്പം ഈ കുഞ്ഞിനെ ഉറങ്ങാൻ വിട്ട ഈ അമ്മ കുറ്റക്കാരിയല്ലേ? ഈ അച്ഛൻ കുറ്റക്കാരനല്ലേ? അതെ, എൻ്റെ സഹോദരനാണ്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ ഞാൻ അവിടെ ഉറങ്ങാൻ സമ്മതിച്ചു. ഇതിനേക്കാളൊക്കെ അടിസ്ഥാനപരമായി മറ്റൊരു കാര്യമുണ്ടെന്നേ, ഈ മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നം അപ്പനും അമ്മയേക്കാൾ ആ കുട്ടിക്കിഷ്ടം അവനെയായിരുന്നു എന്നാണ് പറയുന്നത്. അത് പീഡിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് വരെ ആയിരിക്കും. കാരണം അവൻ തലോടുകയും വാത്സല്യം പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ ആ കുഞ്ഞിന് അച്ഛനും അമ്മയിൽ നിന്നും കിട്ടാത്തത് അവനിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. പിന്നീടാണല്ലോ പീഡനം തുടങ്ങുന്നത്. ഈ പീഡനം എന്ന് പറയുന്ന കാര്യം പോലും ആ കുട്ടിക്ക് അറിഞ്ഞുകൂടാ. അതിൽ എന്തൊക്കെയോ ചെയ്യുന്നു. ഈ കുട്ടിക്ക് വേദന എടുക്കും. ഈ വേദന എടുക്കുമ്പോൾ ആ കുട്ടിയുടെ വാവത്തും ഇയാൾ. അപ്പോൾ ഈ വേദന എടുക്കുമ്പോഴും എന്നെ ഉപദ്രവിക്കുകയാണ് എന്ന് ആ കുട്ടി ചിലപ്പോൾ ചിന്തിക്കുന്നില്ല. അത്രയും വാത്സല്യം കൊടുത്തിരുന്ന ആൾ മറ്റൊരു തരത്തിലുള്ള വാത്സല്യ പ്രകടനമായിരിക്കും എനിക്ക് വേദന എടുക്കും. ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. ആദ്യം ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒരു കുട്ടിയോട് ആഗ്രഹം തോന്നുന്ന, പച്ച മലയാളത്തിൽ പറഞ്ഞ കാമം തോന്നുന്ന ഒരുത്തൻ ആദ്യമായി ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ടുപിടിച്ച് പോകണം. അയാളുടെ മനസ്സിൽ നിന്നും ആ വൈകല്യത്തെ തുടച്ചു നീക്കണം. അത് പറ്റും. ഇന്നത്തെ കാലത്ത് ഏതൊരു മാനസിക പ്രശ്നങ്ങളും ശരിയാക്കാൻ പറ്റും. അത് മരുന്നിനേക്കാൾ നല്ലത് കൗൺസിലിംഗാണ്. ഇതുപോലെ നമ്മൾ മാധ്യമങ്ങൾ തുറക്കാൻ പറ്റുന്നില്ല, ടെലിവിഷൻ തുറക്കാൻ പറ്റുന്നില്ല. ഈ വാർത്തയാണ്, അച്ഛൻ കുഞ്ഞിനെ പീഡിപ്പിച്ചു. ഇത് മാനസിക വൈകല്യമല്ലേ? അപ്പോൾ ഇതിന് മറ്റൊരു വിഭാഗം പറയുന്നുണ്ട്, ബ്രോത്തൽസ് വേണം. കേരളത്തിൽ ഒരുപാട് വേശ്യാലയങ്ങൾ വേണം. അതാണോ ഇതിൻ്റെ പരിഹാരം? ഇപ്പോൾ ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ടതിന് ശേഷം 10-15 മിനിറ്റ് കഴിയുമ്പോൾ ആ പുരുഷൻ വീണ്ടും ഇതേ ആഗ്രഹത്തിലേക്ക് പോവുകയാണ്. അത് പുരുഷൻ്റെ ശാരീരികാവസ്ഥ എങ്ങനെയാണ്, മാനസികാവസ്ഥ എങ്ങനെയാണ്? അതിനൊന്നും ഇത് പരിഹാരമല്ല. നമ്മുടെ ബുദ്ധിയും ബോധവും തെളിയാൻ വേണ്ടി, നമ്മുടെ മനസ്സ് ക്ലിയറാക്കാൻ വേണ്ടി അതിനുള്ള മെഡിക്കേഷനാണ് വേണ്ടത്, ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. ഇപ്പം ലഹരിക്കടിമയായി പോകുന്നവരെ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് തിരിച്ചു കൊണ്ടുവരുന്നില്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ വൈകല്യം ഇത് മറ്റൊരാൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ഇതുപോലുള്ള കേസ് വരുമ്പോഴേ തിരിച്ചറിയാൻ പറ്റും. എന്നാൽ അവനവൻ ഇതിലേക്ക് തിരിച്ചറിയണം. ഞാൻ ചെയ്യുന്നത് കൊടും പാതകമാണ്. ഞാൻ പറയുന്നത് സ്വർഗത്തിനോ നരകത്തിനോ അല്ലെ സ്പിരിച്വൽ ലൈനിലോ അല്ല ഞാൻ പറയുന്നത്. മനുഷ്യത്വപരമായി ഒരു കുഞ്ഞിനോട് ലൈംഗികമായി അഭിനിവേശം കാണിക്കാൻ പാടില്ല എന്നുള്ള തിരിച്ചറിവ് അവൻ്റെ മനസ്സിനുണ്ടാവുന്നില്ലെങ്കിൽ അതുണ്ടാക്കി കൊടുക്കേണ്ടത് ട്രീറ്റ്മെൻറ്റിലൂടെയാണ്.
അതുകൊണ്ട് തന്നെ ഇങ്ങനെ വൈകല്യമുള്ളവർ അവർക്കറിയാമല്ലോ എനിക്ക് ആ കൊച്ചിനോട് അഭിനിവേശം തോന്നുന്നു എന്ന് വരുമ്പോൾ തന്നെ മുഖം തിരിച്ച് ഏറ്റവും പെട്ടെന്ന് ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക, കൗൺസിലിംഗ് നിരന്തരമായി നടത്തുക, അങ്ങനെ ആ വൈകല്യത്തെ ഇല്ലാതാക്കുക. ഇതാണ് ഈ വിഷയത്തിൽ എനിക്കുള്ള അഭിപ്രായം, എനിക്ക് ഈ സമൂഹത്തോട് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.